എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LSS റീവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാണിക്കുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. LSS റീവാലുവേഷൻ്റെ റിസൾട്ട് ഡേറ്റ് ഒക്കെ വരുന്നതിനനുസരിച്ച് കൂടുതൽ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേ ഡൗട്ട് ഉള്ളവർക്ക് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. LSSന് റീവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിരുന്നു. അപ്ലൈ ചെയ്യുന്ന സൈറ്റിൻ്റെ ലിങ്കാണ് ആ വീഡിയോയിൽ നൽകിയിരുന്നത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനുള്ള വിൻഡോയിലേക്ക് പോകുന്ന ലിങ്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഈ ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നേരിട്ട് റീവാലുവേഷന് കൊടുക്കുന്ന ആ വിൻഡോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. റീവാലുവേഷന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മെയ് മാസം 2-ാം തീയതി മുതൽ മെയ് മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ എന്നുള്ള തീയതി. സൈറ്റിൽ ഈ ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് വരെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിവാലുവേഷന് കൊടുക്കുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ PDF സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഉണ്ട്. പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ എത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് PDF പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോണിൽ അതിൻ്റെ PDF സേവ് ചെയ്തിടുക. എന്നിട്ട് പിന്നീട് PDF അയച്ചു കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം. ഫോണിൽ തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായ 1-2 സ്റ്റെപ്സ് മാത്രമുള്ള ഒരു പ്രോസസ്സാണ് റിവാലുവേഷന് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ് ചോദിക്കുന്നത്. LSSൻ്റെ അഡ്മിറ്റ് കാർഡ് നോക്കി അതിലെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് നൽകി വ്യൂ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ആ പേജിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. രജിസ്റ്റർ നമ്പർ, എക്സാം ടൈപ്പ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാൻഡിഡേറ്റിൻ്റെ ഗാർഡിയൻ നെയിം, സ്കൂൾ നെയിം, ഏത് AO ഓഫീസിൻ്റെ പരിധിയിലാണുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആ പേജിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഡീറ്റെയിൽസ് ഒക്കെ ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇനി താഴെ ഏതൊക്കെ പേപ്പറുകളാണ് റിവാലുവേഷന് കൊടുക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനാണുള്ളത്. പേപ്പർ 1 മാത്രമാണ് കൊടുക്കാനുള്ളതെങ്കിൽ ആ കോളത്തിൽ മാത്രം ടിക്ക് ചെയ്യുക. പേപ്പർ 2 ആണ് കൊടുക്കേണ്ടതെങ്കിൽ അതിലാണ് മാർക്ക് കൂടാൻ പ്രതീക്ഷയുള്ളതെങ്കിൽ, മാർക്ക് കുറഞ്ഞത് അതിലാണ് പ്രതീക്ഷിച്ചതില്ലെങ്കിൽ ആ പേപ്പർ മാത്രം ടിക്ക് ചെയ്യുക. ഇനി 2ഉം കൊടുക്കണം എന്താണെങ്കിൽ 2 കോളത്തിലും ടിക്ക് കൊടുക്കുക. അപ്പോൾ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് അതിനനുസരിച്ച് താഴത്തെ കോളത്തിൽ വരും. ഇവിടെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 200 രൂപയാണ് ഫീസ് കാണിക്കുന്നത്. ഒരു പേപ്പറിന് 100 രൂപയാണ്. ഏത് പേപ്പറാണെങ്കിലും ഒരു പേപ്പറിന് 100 രൂപയാണ്. അപ്പോൾ 2 പേപ്പറും കൊടുക്കുമ്പോൾ 200 രൂപയാണ് ടോട്ടൽ ഫീസ്. ആ ഫീസ് അവിടെ കാണിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു PDF ആണ് വരുന്നത്. ആ PDF നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിടുക. അല്ലെങ്കിൽ നേരിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കണം. ഈ പ്രിൻ്റ് ഔട്ട് തന്നെയാണ് സ്കൂളിലേക്ക് കൊടുക്കേണ്ടതും. ഇതിൽ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരന്റ് എന്ന ഭാഗത്ത് പാരൻസ് പേരെഴുതി സൈൻ ചെയ്ത് സ്കൂളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഫീസ് സാധാരണ ഫോംസിൽ കാണുന്നത് പോലെ ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ ചലാൻ എടുത്തിട്ടോ അടയ്ക്കേണ്ടതില്ല. ഫീസ് സ്കൂളുകളിൽ ഏൽപ്പിച്ച് സ്കൂളുകളിൽ നിന്നാണ് ഫീസ് AO ഓഫീസിൽ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ സൈൻ ചെയ്ത് കൃത്യമായിട്ട് ഇതേ രൂപത്തിലുള്ള പ്രിൻ്റ് ഔട്ട് തന്നെയാണ് പ്രധാനാധ്യാപകനെ അല്ലെങ്കിൽ HMനെ ഏൽപ്പിക്കേണ്ടത്. അവരത് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് 13-ാം തീയതി 4 മണിക്കുള്ളിലാണ് AO ഓഫീസിൽ എത്തിക്കേണ്ട അവസാന തീയതി. സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ 10-ാം തീയതി വരെ മാത്രമാണ് അവസരമുള്ളൂ. ഇതിൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എത്തിക്കാനാണ് 14-ാം തീയതി വരെ 13-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ 10-ാം തീയതി വരെ മാത്രമാണ് അവസരമുള്ളത്. റിസൾട്ട് ഡേറ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ റിസൾട്ട് വന്ന് റിവാലുവേഷന് കൊടുത്ത് 3-4 മാസത്തോളം വൈകിയിരുന്നു റിവാലുവേഷൻ റിസൾട്ട് വരാൻ. പക്ഷെ ഇത്തവണ 1-2 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരാനാണ് സാധ്യത. പിന്നെ എത്ര മാർക്കുള്ളവർക്കാണ് റിവാലുവേഷന് കൊടുക്കാൻ പറ്റുക എന്ന് ഒരുപാട് പാരൻസ് ചോദിച്ചിരുന്നു. ഇത്ര മാർക്ക് എന്നൊരു നിബന്ധന ഒന്നുമില്ല. ഒരു 40ൻ്റെ ഒക്കെ അടുത്ത് മാർക്കുള്ളവർക്ക് കൊടുക്കുന്നതാവും നല്ലത്. 42 മാർക്കൊക്കെയുള്ള കുട്ടി മാർക്ക് കൂടി 48 LSS കിട്ടിയ സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ കൂടെ തന്നെ നൽകി 45-46 മാർക്കുള്ള കുട്ടിക്ക് അതിൻ്റെ കൂടെ തന്നെ നൽകിയിട്ട് ക്വാളിഫൈ ആവാതെ മാർക്ക് കൂടാത്ത സന്ദർഭമുണ്ട്. പേപ്പർ നോക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും. കുറച്ച് ലിബറലായിട്ട് മാർക്ക് ഇടുന്ന ആളൊക്കെ ആണെങ്കിൽ ഒരു 47ൻ്റെ ഒക്കെ അടുത്ത് എത്തിയാൽ തന്നെ 48ലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും. പേപ്പർ നോക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്ക് കൂടുന്നതൊക്കെ. നിങ്ങൾ എഴുതിയതിൽ കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിവാലുവേഷന് കൊടുക്കുക. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസിനായിട്ട് റിവാലുവേഷൻ്റെ കൂടുതൽ റിസൾട്ട് ഡേറ്റ്, കൂടുതൽ നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ സംശയമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.